പണ്ടിറങ്ങിയ പല സിനിമകളും സമ്മർ വെക്കേഷൻ സമയങ്ങളിലൊക്കെ ടി വിയിൽ കാണുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ സിനിമയൊക്കെ ഒന്ന് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. പണ്ടത്തെ ഓരോ കഥകൾ പറയുമ്പോൾ അമ്മ പലതവണ ആവർത്തിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ജനിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തിയേറ്ററിൽ പോയി കണ്ടത് അനിയത്തിപ്രാവാണെന്ന്. പക്ഷേ അന്ന് ബുദ്ധി ഉറയ്ക്കാതിരുന്ന സമയമായതുകൊണ്ട് തന്നെ അതൊന്നും ഓർമ്മയിൽ പോലുമില്ല. പിന്നീട് പലപ്പോഴും പല സിനിമകളും തിയേറ്ററിൽ പോയി കണ്ടതൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നില്ല. പിന്നീട് ഒരു ഹൈസ്കൂൾ പരുവമൊക്കെ ആയതിനു ശേഷമാണ് കൂട്ടുകാർക്കൊപ്പം തിയേറ്ററിൽ പോയിരുന്ന് സിനിമകൾ കാണാൻ തുടങ്ങിയത്. പഠിക്കുന്ന സമയം കൂട്ടുകാർക്കൊപ്പം സിനിമാ തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണുന്നത് വലിയ അപരാധമായി കണ്ടിരുന്ന ഒരു കുടുംബ പശ്ചാത്തലം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ അച്ഛനോടും അമ്മയോടും സിനിമയ്ക്ക് പോകട്ടെ എന്ന് ചോദിക്കാൻ തന്നെ പേടിയായിരുന്നു. എങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഒളിച്ചും പാത്തും പോയി കണ്ടു തീർത്ത സിനിമകൾ ധാരാളമുണ്ട്. അതെല്ലാം തന്നെ വളരെ നല്ല എക്സ്പീരിയൻസുകളുമായിരുന്നു. എങ്കിലും തിയേറ്റർ വാച്ച് മിസ്സായി പോയല്ലോ എന്ന് പല സിനിമകളെയും പറ്റി ആലോചിച്ചിരുന്നൊരു സമയം കൂടിയായിരുന്നു അത്. ഒരുവിധപ്പെട്ട എല്ലാ യുവാക്കളും കടന്നുപോയിട്ടുള്ള ഒരവസ്ഥ കൂടിയാണിത്. എന്നാൽ അങ്ങനെ നമ്മൾ മിസ് ചെയ്ത പല സിനിമകളും ഒന്നുകൂടി തിയേറ്ററിൽ എത്തുകയാണ് റീ റിലീസുകളിലൂടെ. വർഷങ്ങൾക്കിപ്പുറം ഒരു പഴയ സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ അകമ്പടിയോടുകൂടിയാണ്. സ്ഫടികം 4Kയിൽ റീ റിലീസ് ചെയ്തപ്പോഴും ഈ പറഞ്ഞ അഴിച്ചുപണികൾ ധാരാളം സിനിമയിൽ ചെയ്തിട്ടുള്ളത് നാം കണ്ടതാണല്ലോ. ഓൾറെഡി ഷൂട്ട് ചെയ്തിരിക്കുന്ന വിഷ്വലിനോടൊപ്പം അഡീഷണൽ ഷോട്ടുകളും VFXൻ്റെ സഹായത്തോടു കൂടിയുള്ള അപ്സ്കെയിലിങ്ങും സൗണ്ടിൽ വരുത്തിയിട്ടുള്ള പ്രത്യേകതകളുമൊക്കെ പ്രേക്ഷകരെ ആസ്വാദനത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട്. മുൻപത്തെ ഒരു സമ്പ്രദായം അനുസരിച്ച് ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ജന്മദിനത്തിനോ അതുപോലെയുള്ള ഒക്കേഷനുകളിൽ മാത്രം നടത്തിയിരുന്ന റീ റിലീസുകൾ ഇന്ന് പുതിയൊരു സിനിമ തിയേറ്ററിലെത്തുന്ന അതേ പ്രൗഢിയോടുകൂടിയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. പഴയ സിനിമകളുടെ റീമാസ്റ്റേർഡ് വേർഷൻ യൂട്യൂബിലും മറ്റു പല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലും മാത്രം കണ്ടു ശീലിച്ച പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ റീ റിലീസുകൾ ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരിക്കും. ബിസിനസ്സിൻ്റെ കാര്യമെടുത്താലും റീ റിലീസ് ചെയ്ത സിനിമകൾ ബോക്സ് ഓഫീസിൽ നല്ല രീതിയിൽ തന്നെയാണ് കളക്ഷൻ നേടിയിട്ടുള്ളത്. സ്ഫടികം, നരസിംഹം, രാജമാണിക്യം തുടങ്ങിയ സിനിമകൾ റീ റിലീസ് ചെയ്തപ്പോൾ അതിഗംഭീരമായ വരവേൽപ്പ് തന്നെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മലയാളത്തിൻ്റെ ദത്തുപുത്രനായ ദളപതി വിജയുടെ ഗില്ലിയാണ് അവസാനമായ റീ റിലീസുകൾക്കിടയിൽ തരംഗമായത്. 3D മികവോടുകൂടി റീ റിലീസ് ചെയ്ത രജനികാന്തിൻ്റെ ശിവാജിയുടെ കളക്ഷൻ മറികടന്ന് 50 ദിവസം പിന്നിടുമ്പോൾ ഗില്ലിക്ക് ആദ്യ ദിനത്തിലുണ്ടായിരുന്ന അതേ ആവേശം തന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ ഇപ്പോഴും ഉള്ളത്. ഈ തരംഗം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ആരാധകർക്ക് ആവേശമായി ഇനി വരാനിരിക്കുന്ന ദളപതി വിജയുടെ 2 വമ്പൻ റീ റിലീസുകളാണ് തുപ്പാക്കിയും പോക്കിരിയും. ഇന്ത്യൻ ഗജനി എന്നീ സിനിമകളാണ് തമിഴിൽ നിന്നും അവസാനമായി റീ റിലീസ് ചെയ്ത 2 സിനിമകൾ. ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത എന്തെന്നാൽ മലയാളത്തിൽ തന്നെ മികച്ച സൈക്കോളജിക്കൽ ത്രില്ലറായി എക്കാലത്തും വിശേഷിപ്പിക്കാവുന്ന മലയാളി പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ച മണിച്ചിത്രത്താഴ് 4K ദൃശ്യമികവോടുകൂടി ഡോൾബി അറ്റ്മോസിൽ റീ റിലീസിന് ഒരുങ്ങുന്നു. ഏതൊരു മലയാളി പ്രേക്ഷകനെയും പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ് ഈ റിലീസിനായി. സിനിമാ വ്യവസായം തന്നെ വേറൊരു തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുൻകാലങ്ങളിൽ ഇറങ്ങിയ മികച്ച സിനിമകളെല്ലാം വീണ്ടും അതേ മികവോടുകൂടി തിയേറ്ററുകൾ വഴി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ സിനിമാ പ്രവർത്തകരെടുത്ത വിപ്ലവകരമായൊരു തീരുമാനം തന്നെയാണ് റീ റിലീസുകൾ. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചിരുന്ന പല സിനിമകളുടെയും റീ റിലീസുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഏത് സിനിമയുടെ റീ റിലീസിന് വേണ്ടിയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ?